യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 1-ാം തിരുവചനം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആഹ്വാനമാണ്. മകനെ, മകളെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട്, മേലിൽ പാപം ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലരും നല്ല കുമ്പസാരം നടത്തുന്നവരാണ്. പക്ഷേ പാപ സാഹചര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടൊഴിഞ്ഞു നിൽക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും വസ്തുക്കളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് നിനക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, കർത്താവിൻ്റെ വചനം പറയുകയാണ്, പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. പലരും നല്ല കുമ്പസാരം നടത്തുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുക, നമ്മൾ നമ്മുടെ ഓരോ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപാവസ്ഥ നീങ്ങിപ്പോകാൻ, പാപത്തിൻ്റെ ബന്ധനം നീങ്ങിപ്പോകാൻ എത്രമാത്രം നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്പം ത്യാഗം ചാലിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ആത്മപരിശോധന ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഒന്നാമതായിട്ട്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് മേലിൽ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, പാപാവസ്ഥകളിൽ നിന്നുള്ള മോചനത്തിനായി, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. പാപത്തിൽ നമ്മൾ ഒരുപക്ഷെ വീണു പോകാം, പക്ഷേ വീണ്ടും ചെയ്യരുത് എന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, ചില പാപങ്ങളിൽ നമ്മൾ വീണു പോകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനും ആ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആ പാപങ്ങൾ വിട്ടൊഴിയാൻ പരിശ്രമിക്കുക കൂടെ നമ്മൾ വേണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ പാപിനിയായ സ്ത്രീയോട് ആ കർത്താവ് പറയുന്നുണ്ട്, ഇനിമേൽ നീ പാപം ചെയ്യരുത്, ഇനിമേൽ ചെയ്യരുത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപ സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഞാൻ ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.